എക്സ്ക്യൂസ് മീ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. കൊച്ചിയിലെ ലഹരി മാഫിയയിൽ സിനിമാ ബന്ധം. ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. ഓ മൈ ഗോഡ്. 2 യുവതാരങ്ങൾ. ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും. ഓംപ്രകാശിനെയും സംഘത്തെയും 2 യുവ സിനിമാ താരങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നീ ഒറ്റ തന്നെ കഞ്ചാവ് സോമനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയെ ഇപ്പൊ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊക്കൈൻ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പോലീസ് കൃത്യമായും സംശയിക്കുന്നത് അവിടെ അതിനു മുൻപ് നടന്നതൊരു ലഹരി പാർട്ടിയാണ് എന്നതാണ്. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. നമ്മളെയൊക്കെ തന്നെ ഞെട്ടിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ താരപ്രഭയോടുകൂടി കണ്ട 2 യുവ താരങ്ങൾ. ആ താരങ്ങളാണ് ലഹരി കണ്ണികളിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ നടി പ്രയാഗ മാർട്ടിൻ ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് യാത്രകൾ ചെയ്യുകയും ആൾക്കാരെ പരിചയപ്പെടുകയും ഒറ്റയ്ക്ക് ജീവിക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ. ശ്രീനാഥ് ഭാസ് സാറിന് ഐശ്വര്യം വരാൻ പോവുകയാണ്. സാറിന്റെ തലയിൽ ഇപ്പോൾ ശുക്രനാണ്. ഇപ്പോൾ പ്രയാഗ മാർട്ടിനെ മാതൃഭൂമി ന്യൂസ് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഫോൺ എടുത്തു. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? ആരോപണത്തിന്റെ പടുംകുഴിയിലേക്ക് സിനിമാ ലോകം മാറുകയാണോ എന്നുകൂടി നമ്മൾ സംശയിക്കപ്പെടുകയാണ്. ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി.